ഹായ് ഫ്രണ്ട്സ്. ഒരു 4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. എനിവേ, ഇന്നത്തെ പ്രധാന ന്യൂസ് എൻ്റെ മുമ്പിലുണ്ട്. ന്യൂസ് ഞാൻ നിങ്ങളോട് വായിക്കാം. ഇറാൻ്റെ റെസ്പോൺസിൻ്റെ ബേസിൽ ഇറാൻ റെസ്പോൺസ് ചെയ്ത് യു എസ് പറഞ്ഞ പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചുള്ള റെസ്പോൺസ് ട്രംപ് ടോട്ടലി റിജക്റ്റ് ചെയ്തിരിക്കുന്ന ന്യൂസിൻ്റെ പുറത്താണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇറാൻ പറയുന്ന കാര്യം, അത് ടെഹ്റാൻ റിജക്റ്റ് ചെയ്ത പ്രധാന കാര്യം യുഎസിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ ടു ഡിസ്മാൻറ്റിൽ ഇറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റി ആൻഡ് വുഡ് നോട്ട് സസ്പെൻഡ് യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫോർ 20 years. ഈ കാര്യമാണ് ട്രംപ് ടോട്ടലി റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അതിൻ്റെ പുറത്ത് അറ്റ് പ്രസൻറ്റ് US ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്ത് തന്നെ 150 പോയിന്റ് താഴെയാണ്. ഓയിൽ 3% കയറിയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അനദർ വോളറ്റൈൽ വീക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. നമ്മൾ ഏത് വോളറ്റാലിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്താൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല റിട്ടേൺ തരുന്ന സ്റ്റോക്കുകൾ എപ്പോഴും മാർക്കറ്റിലുണ്ട്. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഒരു ബെയർ മാർക്കറ്റ് എന്നോ ബുൾ മാർക്കറ്റ് എന്നോ ഒരിക്കലും നമുക്ക് മാർക്കറ്റിനെ ബ്രാൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. എല്ലാ ബെയറിഷിനുള്ളിലും എക്സലന്റ് റിസൾട്ട് തരുന്ന സ്റ്റോക്കുകളുണ്ട്, എക്സലന്റ് ആയിട്ട് കയറി പോകുന്ന സ്റ്റോക്കുകളുണ്ട്. ഈ സ്റ്റോക്കുകളെ കണ്ടെത്താൻ പഠിക്കുന്നതിലാണ് നമ്മുടെ ഏറ്റവും വലിയ ബ്രില്യൻസ് ഉള്ളത്. ശരിക്കും ഇന്ന് തന്നെ നമ്മൾ നോക്കിയാൽ അറ്റ്ലീസ്റ്റ് 20-30 സ്റ്റോക്സ് എങ്കിലും കയറാൻ കിടക്കുന്ന സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കിലൊക്കെ എന്ത് സംഭവിക്കും? മാർക്കറ്റ് മോശമാണെങ്കിൽ ഈ സ്റ്റോക്കുകളൊക്കെ ഒന്നുകൂടെ കോൺട്രാക്ട് ചെയ്തിട്ട് അടുത്ത സ്പീഡ് അതിനേക്കാളും സ്പീഡിൽ കയറി പോകും. മാർക്കറ്റ് എങ്ങനെ പോയാലും ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആസ് എ കൺസിസ്റ്റന്റ് ട്രേഡർ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ശരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചാർട്ട്സിൽ ഫോക്കസ് ചെയ്യുക. ന്യൂസ് വരും പോകും, ഓരോ മണിക്കൂറും മാറി വരുന്ന ന്യൂസുള്ള മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. എസ്പെഷ്യലി എങ്ങനത്തെ ചാർട്ടിൽ ഫോക്കസ് ചെയ്യണം? സബ് സെക്ടേഴ്സിലാണ് പൈസ കിടക്കുന്നത്. സബ് സെക്ടർ ചാർട്ട്സിൽ ഫോക്കസ് ചെയ്യുക. നമ്മളെപ്പോഴും എല്ലാവരും പറയും മൾട്ടി ബാഗർ നിഫ്റ്റി 50 മൾട്ടി ബാഗർ എന്നൊക്കെ പറയും. നമുക്ക് ഏത് സ്റ്റോക്കാണോ ലാഭം തരുന്നത് അതാണ് നമ്മുടെ മൾട്ടി ബാഗർ. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് മൾട്ടി ബാഗർ എന്ന് നമുക്ക് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ലാഭം തരുന്ന സ്റ്റോക്ക് ഏതാണ്? ഞാൻ പ്യുവർ സ്മോൾ ക്യാപ് ട്രേഡറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ചില പ്രത്യേക സ്റ്റോക്കുകൾ, ഞാൻ സ്മോൾ ക്യാപ്പിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എന്നെ സംബന്ധിച്ച് മൾട്ടി ബാഗർ. അതിനപ്പുറമായിട്ട് വേറെ മൾട്ടി ബാഗർ എനിക്കില്ല. ഫോക്കസ് എവിടെ ഫോക്കസ് ചെയ്യേണ്ടത്? അറ്റ്മോസ്റ്റ് കോൺട്രാക്ഷൻ ഒന്നാമതരം. 2 ക്വാളിറ്റി ഓഫ് കോൺട്രാക്ഷൻ ബെസ്റ്റ് ആയിട്ടുള്ള ലെവല്. 3 അവിടെ ബെസ്റ്റ് ആയിട്ടുള്ള സപ്പോസിസ്റ്റുള്ള ലെവല്. ആ ലെവലിൽ ഫോക്കസ് ചെയ്താൽ തീർച്ചയായും താങ്കൾക്കും ബെസ്റ്റ് ട്രേഡ് ആകാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ശ്രദ്ധിക്കണം. ബ്രേക്ക് ഔട്ട്സ് സ്കോട്ടായി പോകുന്ന മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സ്കോട്ടാവുന്ന വെച്ചാൽ ഫെയിലിയർ ആവുന്ന മാർക്കറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ള കാര്യം എടുത്തു പറയുന്നു.